പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടൊക്കെ ബാക്കി വന്ന കുറച്ച് മെറ്റീരിയൽസ് വെച്ചിട്ട് ഒരു ബേബി ഫ്രോക്കാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇത് ഒരു 22 സൈസ് വരുന്ന ഫ്രോക്കാണ്. 1 വയസ്സ് മുതൽ 2 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് ഇടാൻ പറ്റുന്ന അളവാണ്. അപ്പോൾ ആദ്യം ഈ ഫ്രോക്കിൻ്റെ ടോപ്പ് പാർട്ടിൻ്റെ ലൈനിങ് കട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഇത് ഏകദേശം ഒരു 1/2 മീറ്റർ തുണിയുണ്ട്. ഇത് ഞാൻ 4ആയിട്ട് ഇതുപോലെ മടക്കുന്നുണ്ട്. ടോപ്പിൻ്റെ ലെങ്ത്ത് 9 ഇഞ്ചാണ് വേണ്ടത്. അപ്പം 1.5 ഇഞ്ച് സീം അലവൻസും കൂടി ചേർത്തിട്ട് 10.5 ഇഞ്ച് ലെങ്ത്തിൽ ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. ഷോൾഡർ 4.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ആം ഹോള് 5 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഷോൾഡറും ആം ഹോളും കൂടി ഇതുപോലെ ഒന്ന് യോജിപ്പിക്കുക. ചെസ്റ്റ് റൗണ്ട് വരുന്നത് 22 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 1/4 ഭാഗമാണ് എടുക്കേണ്ടത്. അപ്പോൾ 5.5 വരും. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് സീം അലവൻസും കൂടി ചേർത്തിട്ട് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. വേസ്റ്റ് റൗണ്ട് വരുന്നത് 20 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 1/4 ഭാഗമാണ് എടുക്കേണ്ടത്. അപ്പോൾ 5 ഇഞ്ച് അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് സീം അലവൻസും കൂടി ചേർത്തിട്ട് മാർക്ക് ചെയ്തു. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. ഇത് ഷോൾഡറിൽ ഇങ്ങനെ കെട്ടുന്ന രീതിയിലുള്ള ഒരു ഫ്രോക്കാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഫ്രണ്ടിൻ്റെയും ബാക്കിൻ്റെയും നെക്ക് വിഡ്ത്തും നെക്ക് ഡെപ്ത്തും സെയിം അളവിലാണ് എടുക്കുന്നത്, 2.5 ഇഞ്ച്. അപ്പോൾ 2.5 ഇഞ്ച് നെക്ക് വിഡ്ത്തും 2.5 ഇഞ്ച് നെക്ക് ഡെപ്ത്തും മാർക്ക് ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ ഒരു ബോക്സ് പോലെ വരച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഫ്രഞ്ച് സ്കെയിൽ വെച്ചിട്ട് ആ നെക്ക് ഒന്ന് മാർക്ക് ചെയ്യാം. റൗണ്ട് നെക്കാണ് ചെയ്യുന്നത്. അപ്പോൾ റൗണ്ട് നെക്ക് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യാം. പിന്നെ നമ്മൾ ഷോൾഡർ സ്ട്രാപ്പ് പിടിപ്പിക്കുന്നുണ്ട്. ഷോൾഡറിന് ഇത്ര വിഡ്ത്ത് ആവശ്യമില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ ഇതുപോലെ ഒരു ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ ആം ഹോള് വരച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഈ വരച്ചതിലേക്ക് കൂടി ഈ ലൈനിങ് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് ഇതുപോലെ 2 പീസ് കിട്ടും, ഫ്രണ്ടിൻ്റെയും ബാക്കിൻ്റെയും ലൈനിങ് പീസ്. ഇനി നമുക്ക് ഫ്രോക്കിൻ്റെ ടോപ്പ് പാർട്ടിൻ്റെ മെയിൻ ക്ലോത്ത് കട്ട് ചെയ്യാം. അപ്പോൾ ഞാനിത് ഇവിടെ 1/2 മീറ്ററോളം ഈ മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. ഇതൊരു ലേസ് മോഡലുള്ള മെറ്റീരിയലാണ്. ഇത് 4ആയിട്ട് ഇതുപോലെ മടക്കിയതിന് ശേഷം നമുക്ക് ഈ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ലൈനിങ് പീസ് ഇതിൻ്റെ മേലെ വെച്ചിട്ട് കറക്റ്റായിട്ട് ഇതേ അളവിൽ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഷോൾഡർ സ്ട്രാപ്പിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ 4 പീസ് ക്ലോത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനൊരു 8 ഇഞ്ച് ലെങ്ത്തും 1.5 ഇഞ്ച് വിഡ്ത്തും വരുന്നുണ്ട്. അത് ഞാൻ ഈ വീഡിയോയിൽ കാണുന്ന പോലെ മടക്കിയിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കാം 4 പീസും. ഇത് ഷോൾഡർ സ്ട്രാപ്പിന് വേണ്ടിയിട്ടാണ്. ഇനി ഈ സ്ട്രാപ്പിൻ്റെ അറ്റത്ത് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു ക്ലോത്ത് എടുത്തിട്ടുണ്ട്. 2 ഇഞ്ച് വിഡ്ത്തും 2 ഇഞ്ച് ലെങ്ത്തുള്ള സ്ക്വയർ പീസാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ മടക്കിയിട്ട് ഈ സ്ട്രാപ്പിൽ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതുപോലെ 4 സ്ട്രാപ്പിൻ്റെ ഒരറ്റത്ത് ഇതുപോലെ വെച്ച് കൊടുക്കാം നമുക്ക്. ഇനി നമുക്ക് ലൈനിങ് ക്ലോത്തും മെയിൻ ക്ലോത്തും അറ്റാച്ച് ചെയ്തെടുക്കണം. അപ്പം മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശം ഇതുപോലെ വെക്കുക, ലൈനിങ് ക്ലോത്തിൻ്റെ നല്ല വശം മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശത്ത് വരുന്ന രീതിയിൽ വെക്കുക. എന്നിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ ഷോൾഡറിൻ്റെ മിഡിലായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച സ്ട്രാപ്പ് ഇതുപോലെ വെച്ച് കൊടുക്കുക 2 സൈഡിലും. അതിനുശേഷം നമുക്കതൊന്ന് പിൻ ചെയ്തെടുക്കാം. അതിനുശേഷം ഞാൻ ഈ കാണിക്കുന്ന മാർക്കിങ്ങിലേക്ക് കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം നമുക്ക്.
ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പ് വരുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാൻ അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിടുമ്പോൾ നമുക്ക് ഫ്രണ്ട് പീസ് നല്ല നീറ്റായിട്ട് തന്നെ കിട്ടും. ഇതുപോലെ നന്നായിട്ട് മടക്കൊക്കെ മാറ്റി ഒന്ന് അയൺ ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നമുക്ക് ഫ്രണ്ട് പീസ് നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതേ രീതിയിൽ തന്നെ ബാക്ക് പീസും ചെയ്തെടുക്കണം. അപ്പോൾ ഫ്രണ്ട് പീസും ബാക്ക് പീസും ഞാൻ ചെയ്തെടുത്തു. എന്നിട്ട് രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ഒരുമിച്ച് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ചു. എന്നിട്ട് ഞാൻ ഇതിൽ മെഷർമെൻറ്റ്സ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ 1.5 ഇഞ്ചായിരുന്നു സീം അലവൻസ് ഇട്ടത്. അതിൽ 2 സൈഡിലും 1/4 ഇഞ്ച് വീതം ലൈനിങ് അറ്റാച്ച് ചെയ്യുമ്പോൾ മാറിയിട്ടുണ്ടായിരുന്നു. ബാക്കി വരുന്ന 1/2 ഇഞ്ച് 2 സൈഡിലും കൊടുത്തിട്ട് ഞാൻ ഇതുപോലെ വരച്ചെടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് പിൻ ചെയ്തെടുത്തതിന് ശേഷം ആ വരച്ച ലൈനിൻ്റെ മേലെ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ആ ലൈനിലേക്ക് കൂടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് 2 സൈഡിലും. ഇനി നമുക്കൊന്ന് ഇത് തിരിച്ചിടാം. തിരിച്ചിട്ട് കഴിയുമ്പോൾ ഇതുപോലെ കിട്ടും നമുക്ക്. അപ്പോൾ ടോപ്പ് പാർട്ട് റെഡിയായി. ഇനി നമുക്കിതിൻ്റെ ബോട്ടം പാർട്ട് റെഡിയാക്കാൻ വേണ്ടി ഞാൻ ബോട്ടം പാർട്ടിൻ്റെ ലൈനിങ് പീസ് എടുത്തിട്ടുണ്ട്. ഉടുപ്പിൻ്റെ സ്കേർട്ട് പാർട്ടിന് 13 ഇഞ്ചാണ് ലെങ്ത്ത് വേണ്ടത്. അപ്പോൾ ഞാൻ ലൈനിങ് 15 ഇഞ്ച് ലെങ്ത്തിലാണ് എടുത്തിട്ടുള്ളത്. താഴെ മടക്കി അടിക്കാനും പിന്നെ വേസ്റ്റിൻ്റെ അവിടെ ജോയിൻ ചെയ്യാനെല്ലാം കൂടിയുള്ള സീം അലവൻസ് എല്ലാം ചേർത്തിട്ടാണ് 15 ഇഞ്ചിൽ എടുത്തിട്ടുള്ളത്. താഴെ ഇനി നമ്മൾ ഇതുപോലെ ഒന്ന് 2ആയി മടക്കി അടിച്ചു കൊടുക്കണം. പിന്നെ നമ്മൾ നല്ല ഫ്രില്ലുള്ള ഫ്രോക്ക് കിട്ടണമെങ്കിൽ നമ്മുടെ ഉടുപ്പിൻ്റെ വേസ്റ്റ് റൗണ്ടിൻ്റെ 3 ഇരട്ടി ലെങ്ത്തിലുള്ള തുണി എടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഫ്രില്ലുള്ള ഫ്രോക്ക് കിട്ടും. ഇനി നമുക്ക് ഈ ലൈനിങ്ങിൽ ഫ്രിൽസ് ഇടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ടോപ്പിൽ നമുക്ക് ഒരു ലോങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. മെഷീൻ വെച്ചിട്ടോ അല്ലെങ്കിൽ കൈ കൊണ്ടോ ചെയ്യാം. എന്നിട്ട് അതിൻ്റെ താഴത്തെ നൂല് പതുക്കെ വലിക്കുമ്പോൾ നമുക്ക് നല്ല ഫ്രിൽസ് കിട്ടും. അപ്പോൾ ഞാനിവിടെ ഒരു ലോങ് സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇതിൻ്റെ താഴത്ത് വരുന്ന ആ നൂല് പതുക്കെ വലിച്ചിട്ട് ഇതിൽ ഫ്രിൽസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നമ്മളെ വേസ്റ്റ് റൗണ്ടിന് കറക്റ്റായിട്ടുള്ള രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ളൊരു ഗുണം. അങ്ങനെ ആ നൂല് വലിച്ചിട്ട് ഞാൻ ഈ ഫുള്ള് തുണിയിൽ ഇതുപോലെ ചുരുക്കിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ആ ടോപ്പ് പാർട്ടിനൊന്ന് വെച്ച് നോക്കണം. അതിൻ്റെ വേസ്റ്റ് റൗണ്ടിന് ഇത് കറക്റ്റ് ആവുന്നുണ്ടോ എന്നൊന്ന് വെച്ച് നോക്കുക. കണ്ടില്ലേ, ഇത് ഇപ്പം ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ കറക്റ്റായിട്ട് വരുന്നുണ്ട്. ഇനി കുറച്ച് വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ നമുക്ക് നൂല് പതുക്കെ ഒന്ന് വലിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഈ ലൈനിങ്ങിൻ്റെ നല്ല വശം ഉള്ളിൽ വരുന്ന രീതിയിലൊന്ന് മടക്കിയിട്ട് സൈഡൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ അതിൻ്റെ സൈഡ് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. എന്നിട്ട് താഴത്തെ ഫ്രോക്ക് പാർട്ടിൻ്റെ മെയിൻ ക്ലോത്ത് കട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ നെറ്റ് ഫാബ്രിക്കാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതിൽ നെറ്റ് ഫാബ്രിക് ആയതുകൊണ്ട് താഴത്തെ പാർട്ട് നമ്മൾ മടക്കി അടിക്കുന്നൊന്നുമില്ല. അപ്പം വേസ്റ്റിൽ ജോയിൻ ചെയ്യാനുള്ള സീം അലവൻസ് മാത്രം കൊടുത്താൽ മതി. അപ്പോൾ 13 ഇഞ്ചാണ് സ്കേർട്ട് പാർട്ടിൻ്റെ ലെങ്ത്ത് വേണ്ടത്. അപ്പോൾ ഞാൻ 14 ഇഞ്ചിൽ ഇതുപോലെ അളവെടുത്തിട്ട് ഈ മെറ്റീരിയൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ ലൈനിങ് മെറ്റീരിയലിൽ ചുരുക്കിട്ട് കൊടുത്തില്ലേ, അതേപോലെ ഈ മെയിൻ മെറ്റീരിയലിലും ഒരു ലോങ് സ്റ്റിച്ച് ഇട്ടിട്ട് ഇതിൻ്റെ ടോപ്പിൽ ലോങ് സ്റ്റിച്ച് ഇട്ടിട്ട് പതുക്കെ വലിച്ച് ചുരുക്കിട്ട് കൊടുക്കുക. അതായത് ഇതുപോലെ ഞാൻ ഇതിലും ചുരുക്കിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ ഫുള്ളത് ചുരുക്കിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് നമുക്ക് കിട്ടുക. ഇനി നേരത്തെ വെച്ച പോലെ ഇത് ടോപ്പ് പാർട്ടുമായിട്ടൊന്ന് വെച്ച് നോക്കുക കറക്റ്റായിട്ടുണ്ടോയെന്ന്. എന്നിട്ട് അത് കറക്റ്റായതിന് ശേഷം നമ്മൾ റഫായിട്ട് ഇട്ട് കൊടുത്ത ഈ ചുരുക്കില്ലേ, അതിൻ്റെ മേലെ കൂടി ഒന്ന് സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റിച്ച് തന്നെ ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ഇതിൻ്റെ നല്ല ഭാഗം ഉള്ളിലാക്കി വെച്ചിട്ട് 2 സൈഡും ഇതുപോലെ പിടിച്ചിട്ട് ഈ സൈഡൊന്ന് സ്റ്റിച്ച് ചെയ്ത് ജോയിൻ ചെയ്ത് കൊടുക്കുക രണ്ടും കൂടി. അത് ജോയിൻ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള ലൈനിങ് ഇല്ലേ, അത് ഇപ്പം ചെയ്ത് വെച്ചതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് രണ്ടിൻ്റെയും സ്കേർട്ട് പാർട്ടിൻ്റെ വേസ്റ്റ് റൗണ്ട് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കണം. ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന രീതിയിലാണ് ചെയ്യേണ്ടത്. ഇതുപോലെ വെച്ചിട്ട് രണ്ടും കറക്റ്റാക്കി വെച്ചതിന് ശേഷം അവിടെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക, സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക സൈഡിൽ റൗണ്ടിൽ.
ഞാനിപ്പോൾ അത് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ടോപ്പ് പാർട്ട് ഈ സ്കേർട്ട് പാർട്ടുമായിട്ട് യോജിപ്പിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇതാ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന അതേ രീതിയിൽ വെക്കുക. എന്നിട്ട് ആ സ്കേർട്ട് പാർട്ട് നേരെ തിരിച്ച് ഇതിൻ്റെ മേലേക്ക് കൊണ്ടുവരിക റൗണ്ടിൽ. എന്നിട്ട് ആ വേസ്റ്റിൻ്റെ ഭാഗമില്ലേ, അത് ടോപ്പ് പാർട്ടും ആ സ്കേർട്ട് പാർട്ടും കൂടിയിട്ട് റൗണ്ടിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. കറക്റ്റാക്കി വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. ഇപ്പം ഞാനിത് കറക്റ്റായിട്ട് ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നിവർത്തിയിടാം. അതായത് റൗണ്ടിലായിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നിവർത്തിയിടുമ്പോൾ നമ്മളെ ഫ്രോക്ക് റെഡിയായി. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.